ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തോട്ട്സ് ആൻഡ് വൈബ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. ഇത് തന്നെ നിങ്ങൾ ഈ കാണുന്നത് തന്നെ ബോട്ട് നിർവാണ അയോൺ. ബോട്ടിൻ്റെ നിർവാണ റേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് കുറച്ച് പ്രീമിയം നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് നിർവാണ റേഞ്ച് വരുന്നത്. അപ്പം അതിൽ വരുന്ന നിർവാണ അയോൺ എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി പ്രോഡക്റ്റിനെ പറ്റി നോക്കാവേ. ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണിത് വരുന്നത്. ഇവിടെ നിർവാണ അയോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മുകളിൽ നിങ്ങൾക്ക് കാണാൻ നല്ല സിൽവർ കളറിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ആ പാക്കേജിങ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം നല്ല പ്രീമിയം ക്വാളിറ്റി, നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കേജിങ് ആണ്. നമുക്ക് നോക്കുമ്പോഴേ അറിയാം. സൈഡിൽ ലോസ്റ്റ് നിർവാണ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു പാക്കേജിങ് ആണ് ഇതിന് വരുന്നത്. ഇനിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഐറ്റം എന്ന് പറയുന്നത്. കണ്ടോ, 120 hours പ്ലേ ബാക്ക് എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് ശരിയാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവരിപ്പോൾ ക്ലെയിം ചെയ്യുന്നുണ്ട് 120 hours പ്ലേ ബാക്ക് ഇതിന് ഒറ്റ ചാർജിൽ കിട്ടും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. എന്നാണേലും ഇതാണ് മെയിൻ കാര്യം ഇതിൻ്റെ. പിന്നെ ഇതിന് സീംലെസ് ഇന്നിയർ ഡിറ്റക്ഷനൊക്കെ, ഫോക്കസ് ആവുന്നില്ലല്ലോ, ഓക്കെ, ഇന്നിയർ ഡിറ്റക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ബോട്ടിൻ്റെ നിർവാണ അയോൺ നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ബ്ലൂടൂത്ത് വേർഷൻ 5.2 ആണ്. പിന്നെ ഇത് സ്വെറ്റ് റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോഴാണെങ്കിലും നമുക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. എത്ര വേർത്താലും ഇതിന് പ്രശ്നമൊന്നും വരത്തില്ല. വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല പാട്ടൊക്കെ കേട്ട് നമുക്ക് അടിപൊളിയായിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഇത്. പിന്നെ ഇതിനകത്ത് 24 hours ബാറ്ററി ഇതിന് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇയർബഡ്സിന്. പിന്നെ 4 മൈക്ക് വരുന്നുണ്ടെന്നും ഒക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ക്വിക്ക് ടച്ചിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ട്. ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു ബഡ്സ് ആയിരിക്കും ഇതിനകത്ത് ഉള്ളത്. ഓക്കെ, നമുക്കിനി അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊക്കെ പറയുന്നതൊക്കെ ഉള്ളതാണോ, ഇങ്ങനെയുണ്ട് കാണാൻ എന്നൊക്കെ നോക്കാം. സോ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണേ. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഉണ്ടോ, തുറക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ലക്ഷറി പാക്കേജിങ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ ബ്ലാക്ക് വേരിയൻ്റ് ഓർഡർ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇതെന്താ നോക്കട്ടെ, നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിലെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് വരുന്നത് ചാർജറാട്ടോ. ഇത് ടൈപ്പ് സി കേബിളാണ് ഇതിനകത്ത് വരുന്നത്, നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇതൊന്നും ആരും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. നമ്മളെല്ലാവരും ഫോണിൻ്റെ ചാർജർ വെച്ച് തന്നെയല്ലേ ഇത് ചാർജ് ചെയ്യാറ്. സോ അങ്ങനെ ഒരു ചാർജർ വരുന്നുണ്ട്. പിന്നെ 2 സൈസിലുള്ള ടിപ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ടിപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഇയറിന് ചേരുന്നതായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ ഹെഡ്സെറ്റ് വരുന്നുണ്ട്. നമുക്കത് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കണ്ടോ, ഇതൊക്കെ കയ്യിലെടുത്ത് പിടിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ് കാണാൻ കേട്ടോ. നല്ല ബ്ലാക്ക് കളറായതുകൊണ്ട് നല്ല ഷൈനിങ്ങും ഉണ്ട് ഇതിന്. നല്ല ഹാൻഡി ആയിട്ട് ചെറുത് എഡ്ജസൊക്കെ ആണെങ്കിൽ നല്ല കേർവായിട്ട് നല്ല രസമുണ്ട്. പിന്നെ നമുക്കിത് ഈസി ആയിട്ട് ഒറ്റ വിരൽ കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാം. പിന്നെ ലൈറ്റിൻ്റെ ഇൻഡിക്കേഷനൊക്കെ ഉണ്ട്. ഇതിനകത്തേക്ക് 2 ബഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ബഡ്സ് രണ്ടും എടുത്ത് നോക്കാം അതെങ്ങനെ ഉണ്ടെന്ന്. കണ്ടോ, നല്ല ചെറിയ സൈസായിട്ടോ വരുന്നത്, അല്ലാതെ ഇയറിൽ നിന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഒന്നുമില്ല. നല്ല അടിപൊളി ഹാൻഡി ആയിട്ട് 2 എണ്ണം വരുന്നുണ്ട്. മുകളിൽ അവിടെ ഒരു മൈക്കുണ്ട്, താഴെ ഒരു മൈക്കുണ്ട്. ഇപ്പുറത്തേതിനും അതുപോലെ തന്നെ. ടച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ് കേട്ടോ. പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ നന്നായിട്ട് അത് വർക്ക് ആവുന്നുണ്ട്. അത്രയ്ക്ക് സെൻസിറ്റീവാണ്. ഇതിനകത്ത് നമുക്ക് ഇന്നിയർ ഡിറ്റക്ഷനൊക്കെ ഉള്ളതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് ഇയറിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് സോങ് അല്ല എന്താണെങ്കിലും ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. പിന്നെ നമ്മൾ വെക്കുമ്പോൾ അത് വീണ്ടും വരും. ഇത് ഫോണായിട്ട് പെയർ ചെയ്യാനും നല്ല ഈസി ആട്ടോ. ബോട്ടിൻ്റെ ഹിയറബിൾസ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ബ്ലൂടൂത്ത് ഓണാക്കിയാൽ ക്വിക്കായിട്ട് ഇത് കണക്റ്റ് ആവും കേട്ടോ. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ബഡ്സിൽ ടാപ്പ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വോളിയം കൺട്രോൾ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ആപ്പ് വഴിയാണ്. അതായത് ഇപ്പം എങ്ങനെ നിങ്ങൾക്ക് വോളിയം കൂട്ടണം, അതായത് സിംഗിൾ ടാപ്പാണോ ഡബിൾ ടാപ്പാണോ ഏത് ബഡ്സിൽ വേണം എന്നൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ആപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അത് ഞാൻ ഈ സൈഡിൽ കാണിച്ചേക്കാം.
പിന്നെ ലെഫ്റ്റ് ബഡ്സിൽ ലോങ് പ്രസ് ചെയ്താൽ നമുക്കിതിൻ്റെ EQs മാറ്റാം. അതായത് എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ് കേട്ടോ. അടിപൊളി ക്വാളിറ്റിയാണ്. അത് ലെഫ്റ്റിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിൻ്റെ സിഗ്നേച്ചർ മോഡ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്. അതിനകത്ത് പാട്ട് കേട്ടാൽ അടിപൊളിയാണ്. പിന്നെ അതിനകത്ത് തന്നെ ബാലൻസ്ഡ് മോഡും വരുന്നുണ്ട്. പിന്നെ വരുന്നത് റൈറ്റിൽ ലോങ് പ്രസ് ചെയ്താൽ ബീസ്റ്റ് മോഡിൽ പോകും. അത് നമ്മുടെ ഈ ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ബീസ്റ്റ് മോഡ്. അതിൽ പോകും. ഞാനിപ്പോൾ ഒരു 5-6 മാസമായി ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ ഫാർ അടിപൊളി പ്രോഡക്റ്റാണ്. ബാറ്ററി ലൈഫ് എടുത്തു പറയേണ്ട കാര്യമായിട്ടോ. ഇവർ ക്ലെയിം ചെയ്യുന്നത് സത്യം തന്നെയാണ്. ഒറ്റ ചാർജറും കൊണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചധികം നേരത്തേന് അധിക ദിവസങ്ങൾക്ക് തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ ചാർജ് അത്ര പെട്ടെന്നൊന്നും തീരുന്നില്ല. ഞാനിത് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ഞാൻ വാങ്ങിക്കുമ്പോൾ ഒരു 2500 താഴെ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അടിപൊളി പ്രോഡക്റ്റാണ്. വർത്ത് ദ മണിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങിച്ചിട്ടുണ്ടോ, ഉപയോഗിക്കുന്നുണ്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്